welcome back to Easy Snacks. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈസി സ്നാക്സിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. പ്ലം കേക്കാണ് ചെയ്തേക്കുന്നത്. സോക്കിംഗ് ഒന്നും നേരത്തെ ചെയ്യാണ്ട് ആണ് ചെയ്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെയോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കാണ്ടാണ് പ്ലം കേക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഓവനിൽ ചെയ്യണവരാണെങ്കിൽ ബാറ്റർ ഞാൻ ചെയ്തതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് അതിൻ്റെ പാൻ റെഡിയാക്കിയതിന് ശേഷം 10 മിനിറ്റ്സ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവനിൽ ചെയ്യണവർക്കും ഈ ടൈപ്പ് തന്നെ ചെയ്യാം. നിങ്ങളപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈ പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോയിട്ട് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കണേ നോക്കാം. ഞാൻ നേരത്തെ സോക്ക് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയും ചേർന്ന് 1.5 കപ്പ് ഉണ്ടാവും. ഞാൻ എന്തൊക്കെ എടുത്തേനെന്ന് പറഞ്ഞുതരാം. കുറച്ച് അത്തിപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ഗോൾഡൻ കളറിൽ മുന്തിരി ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് ഉണങ്ങിയത്, പിന്നെ ആപ്രിക്കോട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് 1.5 കപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർക്കാം. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടി കിട്ടിയില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്ലം കേക്കിലൊക്കെ മിക്കപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ട്യൂട്ടി ഫ്രൂട്ടി. പക്ഷെ എനിക്കിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ എടുത്തേക്കണത്. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പാനിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂണോളം, ഈ ഒരു ടേബിൾ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടേക്കുന്നത്. ഇത് ചൂടായി വന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കണം മിക്സിയിൽ നന്നായിട്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി ഉണക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്കയുടെ കുരുവിൻ്റെ ഇത്രയുള്ള ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ഗ്രാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര ഒരു സൈഡിൽ നിന്ന് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ എന്നിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇത്ര നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് വെച്ചത്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ പഞ്ചസാര നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് ഒരു കാരമലൈസ് ചെയ്ത സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ കുറച്ച് നീങ്ങി നിന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം വെള്ളം ഒഴിക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നീങ്ങി നിന്നിട്ട് വേണം ഒഴിക്കാൻ. ഇത് മേത്തോട്ടൊക്കെ ചിലപ്പോൾ തെറിക്കും. കുറച്ച് കൂടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ക്രിസ്റ്റൽ രൂപത്തിലായി, കുഴപ്പമില്ല. ഈ വെള്ളം ചൂടായി കഴിയുമ്പോൾ താനെ അലിഞ്ഞോളും. ഇനി തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം. ബാക്കി 1/2 കപ്പിലുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ സ്റ്റേജ് വേണമെങ്കിൽ ഒഴിവാക്കാം ബ്രൗൺ ഷുഗർ ചെയ്യണമെങ്കിൽ. പക്ഷേ എല്ലാവർക്കും ബ്രൗൺ ഷുഗർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാരമലൈസ് ചെയ്തിട്ടുള്ള ടൈപ്പ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാ പഞ്ചസാര വെച്ചിട്ട് ബ്രൗൺ ഷുഗർ കിട്ടണമെങ്കിൽ ബ്രൗൺ ഷുഗറും എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിട്ട ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്തത് ഏകദേശം അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇനി ഇതിലേക്ക് കിടന്നിട്ട് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് സോക്കായി വരണം. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് മുന്തിരിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വീർക്കാൻ തുടങ്ങും. വെള്ളമൊക്കെ ഈ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റും. ആ ടൈം ആകുമ്പോൾ അത്രയും ടൈം നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിനകത്തുനിന്ന് ഈ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മിക്സിയിലോട്ട് കേട്ടോ. ഡേറ്റ് 1 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കാം ഈ മിക്സിയിലോട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. ഈ സ്റ്റേജിൽ നമ്മുടെ ഈ മിക്സിൻ്റെ നന്നായിട്ട് ഇനി ഇതിലേക്ക് കിടന്നിട്ട് നമ്മളിട്ട ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റ് എടുക്കും.
ഈ വെള്ളമൊക്കെ വന്നിട്ട് തിളച്ച് വെറ്റി സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. നമ്മുടെ ഈ മിക്സ് തിളച്ച് നല്ലോട്ട് പഞ്ചസാരയുടെ സിറപ്പ് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് സോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രേറ്റിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്, അതേപോലെ ഓറഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തൊലി മാത്രം ചേർക്കാൻ പാടുള്ളൂ, ഉള്ളിലുള്ള വൈറ്റ് പാർട്ട് വരരുത്. അതിൻ്റെ പുറത്തുള്ള ഓറഞ്ച് തൊലി മാത്രം ചേർക്കുക കേട്ടോ. വൈറ്റ് പാർട്ട് വന്നിട്ട് കഴിക്കും. അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൽ നിന്ന് തന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, ഒരു 3 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മെഷർമെൻറ്റ് തെറ്റൊന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂണാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഡയറക്റ്റ് പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് ഈ ഓറഞ്ച് ജ്യൂസും കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് വറ്റി വരണം. പല ടൈപ്പിൽ ചെയ്യാം, ഞാൻ പക്ഷെ എപ്പോഴും ചെയ്യുന്ന രീതി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ സോക്കിങ്ങോ ബേക്കിങ്ങിനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലുണ്ടായ ജലാംശം എല്ലാം വെറ്റിയിട്ട് നല്ലൊരു ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി. ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിന് നന്നായിട്ട് തണുത്ത് വരണം. ഇത് തണുക്കുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബൗളും ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അരിച്ചെടുത്ത് വെക്കാം. ഇതിലോട്ട് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇത് ഇട്ട് കൊടുക്കാം. മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗ്ലാസ് എടുക്കണമെങ്കിൽ 250 ml ഗ്ലാസ്സിൽ 1.5 കപ്പ് മൈദപ്പൊടി എടുക്കാം കേട്ടോ. ഈ മൈദപ്പൊടിയുടെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ സ്പൈസസിൻ്റെ മിക്സ് ഇല്ലേ, അതിന് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സിലോട്ട് ചേർത്തായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. ബാക്കിയുള്ള മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ മിക്സിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കിത് കളയാം. ഈ അരിച്ച മിക്സ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ട് 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ കോഴിമുട്ട ആയതുകൊണ്ട് 4 എടുക്കുന്നത്. നിങ്ങളുടെ കോഴിമുട്ട വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. അപ്പോൾ 4 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കാം. 4 കോഴിമുട്ട ഞാനിപ്പോൾ ഈ ജാറിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ്, ഇത് പൊടിക്കാത്ത പഞ്ചസാര, അതിട്ട് കൊടുക്കാം. നമ്മൾ മൈദപ്പൊടി അളക്കുന്ന സെയിം പാത്രത്തിൽ തന്നെ 1 കപ്പ് പഞ്ചസാര. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാർ അടച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാർ ചൂടാവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ചൂടാറി കഴിയുമ്പോൾ പിന്നെയും മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 1 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഞാൻ നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ചേർന്നുള്ള മിക്സ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രീമി ഫോമിലായിട്ടുണ്ട്. നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മിക്സിലോട്ട് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ മുട്ടയുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന പൊടിയിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് ഇരിപ്പുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ബേക്കായി വരുന്ന ടൈമിൽ താഴത്തോട്ടൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി താഴെ ഒന്നും പോയി അടിഞ്ഞ് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഡയറക്ഷനോട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ മിക്സ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്ത് ചേർത്തതുകൊണ്ട്. നമുക്കിനി ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്ന കാര്യം തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. 1 ടീസ്പൂണോളം റമ്മാണിത്.
ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. തികച്ചും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. പക്ഷേ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ആ റമ്മിലും വൈനിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റമ്മ് ചേർത്തത്. നിങ്ങൾക്കിനി വൈൻ വേണമെങ്കിൽ, മുന്തിരി വൈൻ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. നമുക്കിനി ഇത് ബേക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വാവട്ടുള്ളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചേക്കണത്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലാ സ്ഥലത്തൊന്നും ഈ ടിഷ്യൂ വെച്ചിട്ട് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവണോട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേക്ക്. നമ്മുടെ കുക്കർ ഇപ്പോൾ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഞാൻ ഫുള്ളായി കുക്കറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇത് അടച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വാഷർ ഇട്ടിട്ടുണ്ട്, വിസിൽ ഇട്ടിട്ടില്ല കുക്കറിൻ്റെ. എന്നിട്ട് ഇത് അടയ്ക്കുകയാണ്. എൻ്റെ ഗ്യാസ് ഈ ബർണറിലാണ് ഏറ്റവും കുറവ് തീ വന്നത്. അപ്പോൾ ഞാൻ ഈ ബർണറിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ബർണറിൽ ഞാനിങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ്. മിക്ക സൂപ്പർ മാർക്കറ്റിലും ലുലുവിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ തട്ടില്ലെങ്കിൽ പഴയൊരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു മൂടിക വെച്ച് കൊടുത്താൽ മതി, ഈ കുക്കർ ഇരിക്കുന്ന രീതിയിലുള്ള. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കർ അടച്ച് ഈ ഫ്ലെയിമിലോട്ട് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം എടുക്കും നമ്മുടെ കേക്ക് ബേക്ക് ആവാനായിട്ട്. അപ്പം അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ ഓവനിലാണ് ചെയ്യണമെങ്കിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 1/2 hour എടുത്ത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓരോരുത്തരുടെ കയ്യിലുള്ള ഇലക്ട്രിക് ഓവൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. അതേപോലെ തന്നെ ഗ്യാസിൽ ചെയ്യുമ്പോഴും ഗ്യാസ് സ്റ്റോപ്പറിൻ്റെ തന്നെ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചൊക്കെ നമ്മുടെ അളവിന് വ്യത്യാസം വരും. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഓവനിൽ 180 ഡിഗ്രിയിൽ വെച്ചിട്ട് നിങ്ങൾ തുറന്ന് നോക്കുക. അപ്പോൾ ആ ടൈമിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക 180ൽ. നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം സെയിം മെത്തേഡാണ്. 1/2 മണിക്കൂർ തുറക്കാനേ പാടില്ല. അതിന് ശേഷം തുറന്നിട്ട് വെന്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. വേവായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് നടുവേ പൊളിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തുറക്കാം. 20 മിനിറ്റ് കഴിയാണ്ട് ഒരിക്കലും തുറക്കരുത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് തുറക്കുന്നത്. ജസ്റ്റ് തുറക്കാം. ബേക്കായി വന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ വെക്കാഞ്ഞത്. നമുക്കിനി അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇനിയൊരു 30 മിനിറ്റും കൂടി വെക്കേണ്ടി വരും മിക്കവാറും. എനിക്ക് സ്റ്റേജ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. നമുക്കപ്പോൾ ഇതിന് ഫുൾ ബേക്ക് ആയതിനു ശേഷം തുറക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നേരത്തോളം ആയിട്ടുണ്ട്. ഞാനൊരു 1/2 മണിക്കൂർ ടൈം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു, പക്ഷെ ബേക്ക് ആയിട്ടുണ്ടായില്ല. ഇപ്പം നമുക്ക് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടത് നമ്മുടെ ടൂപ്പിക്കൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എനിക്കൊരു 3/4 മണിക്കൂറോളം ടൈം എടുത്തായിരുന്നു കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. കേക്ക് ഇപ്പം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് ടൈം കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യാം നമുക്ക് കേക്കിനകത്തുനിന്ന്. അപ്പോൾ നന്നായിട്ട് തണുക്കണ വരെ ടൈം കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തുനിന്ന് മാറ്റാം. അപ്പോൾ സൈഡിലായതിനെ കത്തിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണേ അതൊക്കെ വിട്ടു പോരാനായിട്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. പിന്നെ ബാക്ക് സൈഡ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് കണ്ടൊട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു പീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേക്ക്. നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും കട്ടിയില്ല, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് വീട്ടിലുണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ.